ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് ഈവനിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് കണ്ടത് അല്ലേ? ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന്? ബേസിക്കലി നമ്മൾ എന്താണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്നുള്ളത് കണ്ടു അല്ലേ? വാട്ട് ഈസ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്? അതായത് സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നതിനെ ആസ്പദമാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് റീറ്റെയിലേഴ്സിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റുകൾ എങ്ങനെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ്. അപ്പോൾ അത് നമ്മൾ IPDA എന്ന് പറയുന്ന അൽഗോരിതത്തിനെ കുറിച്ച് പഠിച്ചു. IPDA അല്ലേ? ഇൻ്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു അൽഗോരിതത്തിൻ്റെ IPDA അൽഗോരിതത്തിൻ്റെ 2 പർപ്പസ് നമ്മൾ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു 80% ഓഫ് ദ ടൈം ഷോർട്ടർ ടൈം ഫ്രെയിം എടുത്താൽ IPDA അൽഗോരിതത്തിൻ്റെ കൺട്രോളിലാണ് പ്രൈസ്. അതാണ് പ്രൈസിനെ ആക്ച്വലി മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രഷറാണ് ബേസിക്കലി പ്രൈസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരു സാധാരണ ചന്ത പോലെ. പക്ഷേ ഇവിടെ അൽഗോരിതമാണ് പ്രൈസിനെ മെയിനായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ബൈയിങ് സെല്ലിങ് പ്രഷറുണ്ട്, അതിൻ്റെ മിക്സ് ഉണ്ട്, ഫണ്ടമെൻ്റൽ കോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്ങും ഉണ്ട്. സെൻട്രൽ ബാങ്ക്സ് ആണ് അൽഗോരിതം ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അതിന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ബൈ ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെയാണ് റീറ്റെയിലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അത് മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല, അവർക്ക് വലിയ പൊസിഷൻസിൽ വാങ്ങാനും വിൽക്കാനും വേണ്ടി അവർ ലിക്വിഡിറ്റീനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫില്ലായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ IPDA അൽഗോരിതത്തിൻ്റെ 2 ഫങ്ഷൻസാണ് നമ്മൾ കണ്ടത്. 1 ലിക്വിഡിറ്റി, 2 ഇംബാലൻസ്. അപ്പോൾ ആ 2 എന്താ പറയുക, ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ലിക്വിഡിറ്റിയും ഇംബാലൻസും നമ്മൾ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് പഠിച്ചു അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാവുക? ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എവിടെയാണ്? ബേസിക്കലി അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഏറ്റവും അവസാനമായിട്ട് ബൈയിങ് നടന്നത് ഇവിടെ നിന്നല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഇവിടെയായിരിക്കും. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എവിടെയാണ് ലിക്വിഡിറ്റി ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലോ പ്രീവിയസ് സ്വിംഗ് ലോ അല്ലേ? അതുപോലെ തന്നെ ചില കേസുകളിൽ മാർക്കറ്റ് ഈക്വൽ ലോസ് ഉണ്ടാക്കിയിട്ട് പോകാറുണ്ട്. ഇവിടെ വന്ന് വീണ്ടും താഴ്ത്തേക്ക് വന്ന് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ആയിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കുക. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് പലപ്പോഴും ഇവിടേക്കാണ് ട്രേഡ് എടുക്കുന്നത് അല്ലേ? ബ്രേക്ക് ഔട്ട് എന്ന് കരുതി ട്രേഡ് എടുക്കുന്നത് ഇപ്പം ഇങ്ങനെ. അപ്പോൾ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇതിന് താഴെ. അപ്പോൾ നമുക്ക് ഇതിനെ വിളിക്കാം ഈക്വൽ ലോ ലിക്വിഡിറ്റി അല്ലേ? 3 തരത്തിലാണ്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 സ്പേസിലാണ് ലിക്വിഡിറ്റി കൂടുതലും കാണപ്പെടുക. സെക്കൻഡ് വൺ അല്ലേ? അപ്പോൾ പ്രീവിയസ് സ്വിംഗ് ലോ, അതുപോലെ ഈക്വൽ ലോ ലിക്വിഡിറ്റി, ദെൻ ഒരെണ്ണോടെ നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? മൂന്ന് സ്ഥലത്താണ് ലിക്വിഡിറ്റി മെയിനായിട്ട് കിടക്കുന്നത് ഒരു അപ് ട്രെൻഡിൽ. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അല്ലേ? അപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് പലപ്പോഴും ലിക്വിഡിറ്റി വരുന്നത്. അപ്പോൾ എന്തുണ്ടാവും? സാധാരണ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് ബൈ ചെയ്യുന്ന സ്ഥലമാണിത് അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഹണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ട്രെൻഡ് ലൈനും ഉണ്ടാവില്ല, ഇതും കാണാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യുക
അപ്പോൾ ഇവിടെയാണ് ലിക്വിഡിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ചാർട്ടിൽ നമ്മൾ കാണേണ്ട മനസ്സിലാക്കേണ്ട രണ്ട് മെയിനായിട്ടുള്ള ജംസുകളാണ്, അല്ലെങ്കിൽ മുത്തുകളാണ്, പഴങ്ങളാണ് ലിക്വിഡിറ്റിയും ഇംബാലൻസും. ഇംബാലൻസ് നമ്മൾ പഠിച്ചു അല്ലേ? ഇംബാലൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഇത് ഗോൾഡിൻ്റെ 4 hour ടൈം ഫ്രെയിം ചാർട്ടാണ്. മാർക്കറ്റ് വളരെ ഫ്യൂരിയസ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അല്ലേ, അത് നമ്മൾ പഠിച്ചിരുന്നില്ലേ ഇന്നലെ ഇംബാലൻസ്? പഠിച്ചിരുന്നു അല്ലേ? മാർക്കറ്റ് നല്ല ഫ്യൂരിയസ് ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പാണ് ഇംബാലൻസ്. അപ്പോൾ ഇത് നമ്മൾ വിളിക്കുക, മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ സെല് ചെയ്യുന്നതുകൊണ്ടല്ലേ പ്രൈസ് ഇങ്ങനെ നേരെ പോകുന്നത്. അപ്പോൾ അത് നല്ല നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ എഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷനും ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷനും. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് എക്സാമ്പിൾ ആദ്യം വരയ്ക്കാം. എഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഓരോ പ്രൈസ് ലെവലും തൂത്ത് വൃത്തിയാക്കി മുകളിലേക്ക് പോകുന്നതിനെയാണ് എഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുറച്ച് സ്ഥലത്തേക്ക് ഭയങ്കര സ്പീഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു അല്ലേ? അപ്പോൾ ഇത് ബേസിക്കലി ബയേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, സെല്ലേഴ്സ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാണാം ബൈയിങ് ഓർഡേഴ്സ് മാത്രമാണ് ഇവിടെ കിടന്നിരുന്നത് അല്ലേ? സെല്ലിങ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നില്ല. സെല്ലിങ് ഓർഡേഴ്സ് വളരെ റയറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് വളരെ ശക്തമായിട്ട് ഈ ബൈ ഓർഡർ ആക്ടിവേറ്റ് ചെയ്തു. പിന്നെ ഇവിടെയും ബൈ ഓർഡറാണ്. അപ്പോൾ അതുമേക്ക് ടച്ച് ചെയ്തു പ്രൈസിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പോൾ ബേസിക്കലി പ്രൈസിനെ കയറ്റിക്കൊണ്ട് പോകുന്നത് എന്താണ്? പ്രൈസ് തന്നെ കയറല്ല, ഈ ഓർഡേഴ്സ് ഫില്ലാവുന്നതിനനുസരിച്ച് പ്രൈസ് കയറി പോവല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ചില സെൽ ഓർഡേഴ്സ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അല്ലേ? ഇതാണ് നടക്കുന്നത് അല്ലേ? പേരിന് 1-2 സെൽ ഓർഡേഴ്സ് ഉണ്ടാവും, പക്ഷേ പ്രൈസ് കയറിപ്പോവും. അതിനുള്ളിൽ ചെറിയ വളവ് ഒടിവുകളൊക്കെ ഉണ്ടാവും ഈ സെൽ ഓർഡേഴ്സ് വരുമ്പോൾ. പക്ഷെ എന്നാലും പ്രൈസ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്യൂരിയസ് മൂവ് നമുക്ക് കാണാം. അപ്പോൾ നമുക്കത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ, അപ്പോൾ അല്ലെങ്കിൽ ലൈൻ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് യൂസ് ചെയ്തിട്ടാണ് ഭൂരിഭാഗം ട്രേഡേഴ്സ്, സ്മാർട്ട് മണി ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു 1, 2, 3 പാറ്റേൺ ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഗ്യാപ്പാണ് ബേസിക്കലി ഇംബാലൻസ് ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യേണ്ടത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇതാണ് ബുള്ളിഷ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ബെയറിഷ് ഇംബാലൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഗോൾഡിൻ്റെ ചാർട്ടിൽ ഇവിടെ കണ്ടോ? അപ്പോൾ ഇവിടെ നല്ല മറബസു ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മറബസു എന്നുള്ള ക്യാൻഡിൽസിനൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എവിടെയാണ് ഇംബാലൻസ് കിടക്കുന്നത്? ഇവിടുന്ന് മാർക്കറ്റ് ഫ്യൂരിയസ് ആയിട്ട് ഈ ഒരു പ്രീവിയസ് സ്വിങ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ് അല്ലേ? ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ എവിടെയായിരിക്കും ഇംബാലൻസ്? 1, 2, 3 ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, പക്ഷെ ഇത് വളരെ ചെറിയ ഇംബാലൻസ് ആണ് അല്ലേ? ക്യാൻഡിൽ 1, 2, 3. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിലിൻ്റെ ഹൈയും കണ്ടോ? ഇതാണ് ഫസ്റ്റ് ക്യാൻഡിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ക്യാൻഡിലിൻ്റെ ലോയും സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞ് തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പാണ് ഇംബാലൻസ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്ത് ഇംബാലൻസ് ആണ്? ബുള്ളിഷാണോ ബെയറിഷാണോ? താഴ്ത്തേക്ക് ആകുമ്പോൾ ബെയറിഷ് ഇംബാലൻസ്. അപ്പോൾ നമുക്കൊരു റെഡ് കളറിൽ വരയ്ക്കാം അല്ലേ? റെഡ് കളറിൽ വരയ്ക്കാം. ഇതാണ്. അപ്പം മേജറായിട്ടുള്ള ഇംബാലൻസുകളിലേക്ക് പലപ്പോഴും പ്രൈസ് തിരിച്ച് വന്ന് നമുക്കൊരു പലപ്പോഴും ഒരു എൻട്രി തരാറുണ്ട്. എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ അവിടെ ആണ് നമ്മൾ ഹൈ റിസ്ക് റിവാർഡിൽ എൻട്രി എടുക്കുന്ന പരിപാടിയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? 1:4, 6 റിസ്ക് റിവാർഡിൽ എൻട്രി എടുക്കുന്ന പരിപാടിയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് എടുത്തോളണമെന്നില്ല. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി അല്ലേ? ഇത് ബുള്ളിഷ് ഇംബാലൻസ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സെല്ലേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി. അതായത് സെല്ലേഴ്സ് ഇവിടെ വിൽക്കാൻ അവരെ കൊണ്ട് ബയേഴ്സ് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഓർഡേഴ്സ് വളരെ കുറവായിരുന്നു. അതിനെ സെല്ലേഴ്സ് ഇൻഎഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ സെല്ലേഴ്സ് ഇൻഎഫിഷ്യൻസി വൺസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ
ശക്തമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വീണ്ടും റെസിസ്റ്റൻസ് ആവും. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫ്ലിപ്പ് സോൺ പഠിച്ചിട്ടുണ്ടല്ലോ, അതിന് വളരെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ പ്രൈസ് ആക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മേലെ SMC കെട്ടിപ്പോക്കാൻ സ്മാർട്ട് മണി ട്രേഡേഴ്സിന് പറ്റിയത്. അപ്പോൾ ഇവിടെ ഇതിനെ ഇൻവെർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെയാണ് വിളിക്കുക. പേരൊന്നും ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇംബാലൻസിൽ മാർക്കറ്റ് നിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഫണ്ടമെൻ്റലി വലിയൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇതിനെ ബേസിക്കലി ഇൻവെർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് പറയുക. മുമ്പുണ്ടായ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ബുള്ളിഷ് ഇംബാലൻസ് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ടും ബെയറിഷ് ഇംബാലൻസ് പിന്നീട് സപ്പോർട്ടായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെ നമുക്ക് മൊത്തത്തിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൻ്റെ ഒരു ഓവർവ്യൂ കാണാം. നമ്മൾ ഇപ്പോൾ ഈ ഒരു 1 മന്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു മാസത്തെ ക്ലാസ് ഉണ്ടായിരിക്കും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻസ് ക്ലാസ്സിലേക്ക് കുറച്ച് ടെർമിനോളജീസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ബേസിക് ക്ലാസ്സിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. എന്താണ് അപ്പോൾ ഈ സ്മാർട്ട് മണി അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ICT കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ICT ആരും നമ്മൾ കണ്ടു അല്ലേ. ഈ IPD അൽഗോരിതം ഉണ്ടാക്കി എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ വലിയ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അതിന് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. ICT അതിൽ കുറേ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രം. രണ്ടും വളരെ സിമിലറാണ്. ചിലത് രണ്ടും രണ്ടായിട്ടൊക്കെ കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പോവാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇതിലേക്ക് എത്താം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു രൂപത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ്. അപ്പോൾ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2-3 തരത്തിലുള്ള ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ അടുത്ത ടൈപ്പ് ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇംബാലൻസ്, ഒരു ചാട്ടം, അത് ഷോർട്ടർ ടൈം ഫ്രെയിമിലൊക്കെയാണ് കൂടുതൽ നോക്കാറ്. അതുപോലെ തന്നെ വോളിയം ഇംബാലൻസ്, ഇതുപോലെ വിക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊരു ഗ്യാപ്പിനെയാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടുത്തൊരു കോപ്പി ഇവിടെ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട. നമ്മൾ എപ്പോഴും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇംബാലൻസിന് പറയുന്ന പേരാണ് FVG. അപ്പോൾ FVG എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇംബാലൻസ്, വെരി പോപ്പുലർ ടൈപ്പ് ഓഫ് ഇംബാലൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇറ്റ്സ് എ പ്രൈസ് ക്രിയേറ്റഡ് വെൻ ദ മാർക്കറ്റ് മൂവ്സ് ടു ഫാസ്റ്റ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വളരെ സ്പീഡിൽ പോകുമ്പോഴാണ് ഈ പ്രൈസിൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്. ഡസൻറ്റ് ഫില്ല് ഓൾ സെൽ ഓർഡേഴ്സ്, അതായത് സെൽ ഓർഡേഴ്സ് ഒന്നും ഫില്ല് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ലീവ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വിക്സ് ഓഫ് ദ ക്യാൻഡിൽസിൻ്റെ വിക്സുകൾ തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകുന്നു. ദ ഗ്യാപ്പ് ഈസ് കോൾഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പോൾ ഇതിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ ബൈ സൈഡ് ഇംബാലൻസ് അല്ലെങ്കിൽ ബുള്ളിഷ് ഇംബാലൻസ് എന്നുള്ളൊരു പേരുണ്ട്. സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി എന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ ഇത് ബിസി എന്നൊക്കെ ചിലർ വിളിക്കും. ബിസി എന്ന് പറഞ്ഞാൽ BISI. അപ്പോൾ ബൈ സൈഡ് ഇംബാലൻസ്, സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി എന്നൊക്കെയാണ് പറയാം. പിന്നെ നേരെ റിവേർട്ടഡ് പൊസിഷൻ, അതായത് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇറ്റ്സ് എ 3 candle പാറ്റേൺ. 1, 2, 3 must be a gap between the first candle's low and the third candle's high, also called as CB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സൈഡ് ഇംബാലൻസ്, ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. അതായത് ബയേഴ്സ് പിടി കൊടുക്കാതെ സെല്ലേഴ്സ് ഫ്യൂരിയസ് ആയിട്ട് വിറ്റ് തീർത്തു. അപ്പോൾ വൈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ബിക്കോസ് പ്രൈസ് യൂഷ്വലി റിട്ടേൺസ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ് ബിഫോർ കണ്ടിന്യൂയിങ് ദ ട്രെൻഡ്. മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് മാർക്കറ്റ് ടെൻസ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. എപ്പോഴും വേണമെന്നില്ല, ഭൂരിഭാഗം സമയങ്ങളിൽ. മെനി SMC ട്രേഡേഴ്സ് സെൻറ്റർ ഫ്രം ദ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫിൽ. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വീണ്ടും തിരിക്കുമ്പോഴാണ് പല SMC ട്രേഡേഴ്സും എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു എന്താ പറയുക, സ്ഥിരം സ്പേസ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻറ്റ്സ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹ്യൂജായിട്ട് സെല്ല് ചെയ്യുമ്പോൾ അവരുടെ
എന്താ പറയുക കാൽപാദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് റിയൽ ചാർട്ടിൽ ഇത് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ കാണാം. അഡ്വാൻസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് ഉള്ള തരത്തിൽ ഇത് സങ്കീർണമായിട്ട് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ അല്ലേ. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട് പ്രൈസ് ആക്ഷനിൽ. എവിടെ നിന്നാണ് ട്രേഡ് എടുക്കുക? ട്രെൻഡ് ലൈനിൽ നിന്ന്, ഫിബൊനാച്ചി 61, 78 നിന്ന്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചില കാര്യങ്ങൾ അലൈൻഡ് ആണ്, ചില കാര്യങ്ങൾ അലൈൻഡ് അല്ല. ഇവിടെ ഫിബൊനാച്ചി വളരെ അലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പ്രൈസ് ആക്ഷനിൽ ഫിബൊനാച്ചി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നല്ലൊരു ഡിസ്കൗണ്ട് സോണിൽ ഫിബൊനാച്ചി 61, 78. അപ്പോൾ ഇതിനുള്ളിലുള്ള ലൈൻ, ഈ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺ. അപ്പോൾ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. അതായത് ഇവിടെ മുകളിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിൽ മാർക്കറ്റ് തിരിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകണമെന്നില്ല. എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് വാങ്ങാന്നുള്ളത് പ്രൈസ് ആക്ഷൻ്റെ തന്നെ ബേസിക് പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ആ ഡിസ്കൗണ്ട് സോണിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കൂടുതൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. വലിയ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ കൂടുതൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ഓർഡർ ഇടുന്നു, ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നു, ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ചിലർ ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇവിടെ ടാർജറ്റ് വെക്കുന്നു. ചിലർ തൊട്ടടിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇവിടെ ടാർജറ്റ് വെക്കുന്നു. ചിലർ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സെൻറ്ററിൽ ഓർഡർ ഇടുന്നു, ഇതിൻ്റെ തൊട്ടടിയിൽ ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഇവിടെ ടാർജറ്റ് വെക്കുന്നു. അങ്ങനെയൊക്കെ പലതരത്തിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സിബി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക? സിബി താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അല്ലേ. അപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം, പ്രീവിയസ് ലോ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് കയറി ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോണിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അവിടെ നിന്നൊരു ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അടുത്തൊരു ICT അല്ലെങ്കിൽ സ്മാർട്ട് മണി ടൂൾ എന്ന് പറയുന്നതാണ് ഓർഡർ ബ്ലോക്ക്. ഓർഡർ ബ്ലോക്ക്, ദ ലാസ്റ്റ് കാൻഡിൽ വേർ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ്ഡ് ഹ്യൂജ് ഓർഡേഴ്സ് ബിഫോർ ദ മാർക്കറ്റ് മെയ്ഡ് എ സ്ട്രോങ് മൂവ്. അതായത് മാർക്കറ്റിൽ വലിയൊരു മൂവ് ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മാർക്കറ്റ് വലിയൊരു മൂവ് ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ടായി പോയത് അല്ലേ. ഈ ഒരു ഇമ്പൾസീവ് മൂവ്, സ്ട്രോങ് മൂവ്. അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള ദ ലാസ്റ്റ് കാൻഡിൽ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു മൂവിൽ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലാണ് എപ്പോഴും ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ഏതാണ്? ഇത് ചിലപ്പോൾ 1-2 ക്യാൻഡിൽസ് ഒക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. ബേസിക്കലി നമുക്ക് ലാസ്റ്റ് ഈ തിയറി പ്രകാരം ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ നിന്നും പലപ്പോഴും മാർക്കറ്റ് താഴത്തേക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഓർഡർ ബ്ലോക്കിൽ നിന്ന്. വൈ ഓർഡർ ബ്ലോക്സ് വർക്ക്? എന്തുകൊണ്ട് ഓർഡർ ബ്ലോക്സ് വർക്ക് ചെയ്യുന്നു? അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് എക്സാമ്പിൾ കാണാം, അല്ലെങ്കിൽ ബെയറിഷ് എക്സാമ്പിൾ കാണാം. ഓക്കെ, യൂഷ്വലി ഇഫ് ലാർജ് നമ്പേഴ്സ് പെൻഡിങ് ഓർഡേഴ്സ് ഇറ്റ് ഡസ് നോട്ട് ഫിൽ ഇൻസ്റ്റൻ്റ്ലി. ഇവിടെ വലിയ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല് ചെയ്തതെന്ന് വിചാരിക്കുക. ഇത് തുടങ്ങി ഇതുവരെ ഈ സ്പോട്ടിൽ നിന്നാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ അത് ഒറ്റയടിക്ക് ഫുള്ള് ഫില്ലാവാറില്ല. അപ്പോൾ കുറേ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി. കുറേ ഓർഡേഴ്സ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം സെൽ ഓർഡേഴ്സ് അല്ലേ, കുറേ സെൽ ഓർഡേഴ്സ് ട്രിഗർ ആയപ്പോഴാണ് മാർക്കറ്റ് താഴേക്ക് വീണത്. അപ്പോൾ ഒരുപാട് വിലയ്ക്ക് അവിടെ ആൾക്കാർ വിൽക്കാനുണ്ടായിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് കാണും. അപ്പോൾ അവിടെ ബാക്കി കുറേ ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും. അതിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് റിപ്പൾഷൻ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇനിയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ശക്തമായി മുകളിലേക്ക് ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ റെഡ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. തെറ്റരുത്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എപ്പോഴും റെഡ് ആയിരിക്കും, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എപ്പോഴും ഗ്രീൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. താഴത്തേക്ക് വലിയൊരു ഫ്യൂരിയസ് ആയിട്ടുള്ളൊരു ഫയർ മൂവ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള, തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് അപ്സൈഡ് ക്ലോസിങ് ക്യാൻഡിൽ എന്നാണ് ICT പറയുന്നത്. അതായത് മുകളിൽ ക്ലോസ് ചെയ്ത, അതായത് ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണത് അല്ലേ. അപ്പോൾ എപ്പോഴൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം വേണം പ്രൈസ് അതിലേക്ക് വരാൻ.
അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് റിപ്പൾഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നാണ് ഇവിടെ ഓർഡർ ഇട്ടതിൽ പല ഓർഡറുകളും ഇവിടെ ആക്ടിവേറ്റ് ആവാതെ കിടക്കുന്നത് കൊണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ലോ പ്രൈസിലേക്ക് തിരിച്ചെത്തിയാൽ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ഇട്ടോടെ തന്നെ വീണ്ടും ഓർഡർ ഇടാൻ സാധ്യതയുള്ളതുകൊണ്ടും ആണ് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ റിയൽ ചാർട്ട് എക്സാമ്പിൾ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മാർക്കറ്റ് ഇവിടുന്ന് ഫ്യൂരിയസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവണം. ഇത് മാൻഡേറ്ററി ആണ്, മസ്റ്റാണ് അല്ലേ. ശക്തമായിട്ടുള്ളൊരു മൂവ് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലാതെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ താഴ്ത്തേക്ക് ശക്തമായിട്ടുള്ള മൂവ്. അപ്പോൾ ഇതിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലേ, ഇതിലൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇമ്പൾസീവ് മൂവ്, സ്ട്രോങ് മൂവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികം. ഹ്യൂജ് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഉള്ള ഏറ്റവും അവസാനത്തെ ഗ്രീൻ കാൻഡിൽ, മുകളിലേക്ക് ക്ലോസ് ചെയ്തേക്കുന്ന കാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. ക്ലിയർ ആണോ? ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലേ. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടാണാവോ അധികം ആൾക്കാരില്ലല്ലോ, 4 പേരുള്ളൂ അല്ലേ. ഒരാൾ ഓൾറെഡി റെക്കോർഡിങ് കണ്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഡ്യൂട്ടിയിലുള്ള സാറേ, ഇടയ്ക്ക് ചിലപ്പോൾ ലീവ് ആവും. ആണോ? റെക്കോർഡ് കണ്ടോളാം. ഇടയ്ക്ക് കുഴപ്പമില്ല. വർക്കിലാണോ അവിടെ? അതെ അതെ. ഓക്കെ. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോവാം അല്ലേ. ഇത് രണ്ടും പക്കയായില്ല. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SMC പ്രിൻസിപ്പൽ കോൺസെപ്റ്റ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി പാർട്ടുകളിലേക്ക് കടക്കുക. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് അതിനൊരു പര്യായമുണ്ട്. ഇറ്റ്സ് എ എയർലി സിഗ്നൽ വി ക്യാൻ ഫൈൻഡ് വെൻ എ ട്രെൻഡ് റിവേഴ്സസ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഏർലി സിഗ്നലാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറായിട്ട് മാറുന്ന ആ പോയിന്റ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നേരം മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ലോവർ ലോ ലോവർ ഹൈ. അതിനുശേഷം മാർക്കറ്റിന് ഒരു ലോവർ ലോ ഉണ്ടാക്കാൻ പറ്റിയില്ല. പകരം എന്തുണ്ടായി? മാർക്കറ്റ് പോയിട്ടൊരു ഹയ്യർ ലോ ഉണ്ടാക്കി. അപ്പോൾ ഇതിനെയാണ് ബേസിക്കലി ക്യാരക്ടർ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് ആയത്. ഈ ഒരു ലെഗിലൂടെയാണ് ക്യാരക്ടർ ചേഞ്ച് ആയത്. അപ്പോൾ നമ്മുടെ എൻട്രികൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേഞ്ചിൻ്റെ ഒരു ഡിസ്കൗണ്ട് ലെവലിൽ നിന്നിട്ടാണ് നമ്മളുടെ എൻട്രികൾ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. അതായത് കീഴ്പകുതിയിൽ നിന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി. അപ്പോൾ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ലോവർ ലോ ലോവർ ഹൈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അല്ലെങ്കിൽ ചോച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യക്കാരെ അതിന് ചോച്ച് എന്ന് പറയുന്നു. ചോച്ച് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു റിയൽ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം അല്ലേ. ഇതാണ് ചോച്ച്. അപ്പോൾ മാർക്കറ്റ് ലോവർ ലോ ഹയ്യർ ഹൈ ഹയർ ലോ വീണ്ടും ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഹയർ ഹൈസ് വരച്ചിട്ടില്ല. ഇതാണ് ഹയർ ഹൈസ്. ഹയർ ലോസ് മാത്രമാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഹയർ ലോ ഹയർ ലോ ഹയർ ലോ ഹയർ ലോ ഹയർ ലോ. ഇവിടെ വരെയൊക്കെ ഹയർ ലോ ആണ്. ആദ്യമായിട്ടാണ് ഒരു ലോവർ ലോ വരുന്നത് അല്ലേ. ഈ പിക്ചറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എഡിറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. അല്ല, ഇത് എഡിറ്റബിൾ അല്ല. അത് ട്രേഡിംഗ് വ്യൂ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പറ്റിയേക്കുന്നതാണ്. അപ്പോൾ ഇത് ലോവർ ലോ ആണേ. കളർ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഹയർ ലോ എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതൊരു മിസ്റ്റേക്കാണ്. ലോവർ ലോ ആണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ ലോവർ ലോ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ലോവർ ലോ, അതായത് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ അല്ലേ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഇവിടെ തന്നെ ക്യാരക്ടർ ചേഞ്ച് ആയി. ഇവിടെ എത്താൻ നിൽക്കണ്ട, ഇവിടെ തന്നെ ക്യാരക്ടർ ചേഞ്ച് ആയി. പക്ഷെ നമ്മൾ ഇവിടെ നിന്നല്ല ട്രേഡ് എടുക്കാറ്. വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഒരു പ്രീമിയത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് നമ്മൾ ട്രേഡ് എടുക്കാറ്. അപ്പോഴാണ് നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കാറ്. ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കാറ്. ഇനി ബുള്ളിഷ് എക്സാമ്പിൾ കാണാം.
ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആയിട്ട് വന്നിരുന്ന മാർക്കറ്റ് അല്ലേ, നല്ല ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണത്. എപ്പോഴും ഇത്ര ക്ലാരിറ്റി കിട്ടണമെന്നില്ല. ഇവിടം വരെ ലോ ആയിരുന്നു അല്ലേ, ലോവർ ലോ ആയിരുന്നു, ലോവർ ഹൈ ആയിരുന്നു, ലോവർ ഹൈ ഇവിടെ വരെ ലോവർ ലോ ആയിരുന്നു അല്ലേ, ലോവർ ലോ. ഇവിടെ സ്ഥിതിഗതികൾ മാറി. ആദ്യമായിട്ടൊരു ഹയർ ഹൈ ഉണ്ടാക്കി. അപ്പോൾ ഹയർ ഹൈ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഉണ്ടാക്കിയത് എവിടെയാണ്, ഈ ഒരു ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ. ഇവിടെയാണ് മാർക്കറ്റ് ക്യാരക്ടർ ചേഞ്ച് ആയത്. മാർക്കറ്റ് ഇവിടുന്ന് പുഷ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ തീരുമാനമായി മാർക്കറ്റ് ടേൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏർലി സിഗ്നലായിട്ട് നമുക്ക് ചോച്ചിനെ കാണാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു, ഓർഡർ ബ്ലോക്ക് കണ്ടു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടു. അപ്പോൾ ഇതിങ്ങനെ വട്ടം ചുറ്റി ഇവിടെ വന്നതിന് ശേഷം ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ. SMC അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. ആ ടെർമിനോളജീസ് ആദ്യം തന്നെ നമ്മൾ അച്ചട്ടായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺ. ഒപ്റ്റിമൽ ഇസിക്കൽ ടു ബെസ്റ്റ്. അതിൻ്റെ അർത്ഥം ബെസ്റ്റ് എന്നാണ്. ഡിസ്കൗണ്ട് സോൺ വേർ സ്മാർട്ട് മണി എൻറ്റേഴ്സ് ഡ്യൂറിങ് എ പുൾ ബാക്ക്. ബേസിക്കലി സ്മാർട്ട് മണിയും അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്മാർട്ട് മണി പലപ്പോഴും എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ OT എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിബൊനാച്ചി 61 തുടങ്ങി 78 വരെയുള്ള ഏരിയയാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ എന്ന് പറയുക. അപ്പോൾ പലപ്പോഴും ഒരിക്കൽ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ വീണ്ടും ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിസ്കൗണ്ടിൽ നിന്നാണ് അല്ലേ, എല്ലാ റീറ്റെയിൽസും ആഗ്രഹിക്കുന്ന പോലെ. അതിൻ്റെ ഏറ്റവും അവസാനം വാങ്ങുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വാങ്ങുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ വാങ്ങാൻ സാധ്യതയുള്ള ഒരു സ്പേസാണ് എപ്പോഴും ഒപ്റ്റിമൽ ഡിസ്കൗണ്ട് സോണായിട്ട് കാണുന്നത്. ഓക്കെ, ദിസ് സോൺ ഈസ് ബേസ്ഡ് ഓൺ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ്. നമ്മൾ പഠിച്ചതാണ് 61ഉം 78ഉം. കൺസിഡേർഡ് ടു ബി ദ ഒപ്റ്റിമൽ ഏരിയ ടു എൻ്റർ എ ട്രേഡ് വിത്ത് ദ ബെസ്റ്റ് റിസ്ക് റിവാർഡ്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റിസ്ക് റിവാർഡിൽ എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ അല്ലേ. ഇപ്പോൾ ഇവിടെ തിരിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഹൈ ആണ് മിക്കവരും ടാർഗറ്റ് ആക്കാറുള്ളത് സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ. അല്ലാതെ 1:1 2 എന്നല്ല, പ്രീവിയസ് ഹൈ. അപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടം വരെ നമുക്ക് റൈഡ് ചെയ്യാം. അതായത് 1:4 or 5 നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഫിബൊനാച്ചി 61 78 ഉള്ളിലുള്ള ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഫിബൊനാച്ചി 78 എൻ്റർ ചെയ്യണം, എന്തുകൊണ്ട് ഒരു 80-85% താഴ്ത്തേക്ക് വന്നിട്ട് എൻ്റർ ചെയ്തുകൂടാ? ഇത്രയും താഴ്ത്തേക്ക് വരുന്നത് റിസ്ക് ആണ്. കാരണം എന്താ, ഇവിടെ ലിക്വിഡിറ്റി കിടക്കുന്നില്ലേ, തൊട്ടടിയിൽ ഇവിടെയും ലിക്വിഡിറ്റി കിടക്കുന്നില്ലേ. അപ്പോൾ ഇവിടെ വരെ താഴ്ത്തേക്ക് വന്നാൽ മാർക്കറ്റിന് ഒരു പൊതു സ്വഭാവം എന്താ, മാഗ്നറ്റിക്കലി ലിക്വിഡിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യും. ഇവിടെ വരെ എത്തിയാൽ താഴ്ത്തേക്ക് വന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞുമ്പോൾ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വാങ്ങരുത്. കാരണം എന്താ, ഇത് വളരെ ക്ലോസ് ടു ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ലിക്വിഡിറ്റിയിലേക്ക് പെട്ടെന്ന് അത് അട്രാക്ട് ചെയ്യും. ആ ലിക്വിഡിറ്റി തന്നെ ഗ്രാബ് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് എത്രമാത്രം ആ ലിക്വിഡിറ്റി ക്യാപ്ചർ ചെയ്യുന്നുള്ളത് ആ ലിക്വിഡിറ്റി പോലെയാണ് ഇരിക്കുന്നത്. ആ ലിക്വിഡിറ്റി വളരെ ശക്തമാണെങ്കിൽ, ഡോളർ വളരെ ശക്തമാണെങ്കിൽ ആ പ്രൈസ് അവിടം വരെ പോകും. അപ്പോൾ നമുക്ക് എവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും? ധൈര്യമായിട്ട് എവിടെയും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് എടുക്കരുത്. ഫിബൊനാച്ചി 78 വരെ 80-85% താഴ്ത്തേക്ക് വന്നാൽ വിട്ടുകളയാണ് നല്ലത്. 90% എനിക്ക് വന്നാൽ മിക്കതും ലിക്വിഡിറ്റി കണ്ട് കൂടി ഉണ്ടായിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. അത് എത്ര ഡെപ്തിലാണോ ഉള്ളതെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകളാണ് ഇതെല്ലാം. അപ്പോൾ എന്തോരം ആൾക്കാർ ഇവിടുന്ന് കയറിയിട്ടുണ്ടോ അത്രയും അവരൊക്കെ എത്ര ദൂരെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വലിച്ച് പുള്ള് ചെയ്ത് ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൻ്റെ പ്രസക്തി സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലേ. ഇവിടെ ഇത് കട്ട് ചെയ്തപ്പോഴാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായത് അല്ലേ. ഈ ഒരു ഇമ്പൾസീവ് മൂവ്, ശക്തമായ മൂവാണ്
ഇതുണ്ടാക്കിയത്, ഇത് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിൻ്റെ ഫിബനോച്ചി 61 ആണിത്, 78 ആണിത്, അതിനുള്ളിലുള്ള ഏരിയ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഇമ്പൾസ്. നമ്മളൊരു വിധം അത് മുന്നേ പഠിച്ചിട്ടുണ്ട്, എന്നാലൊന്ന് റിവൈസ് ചെയ്യാം. ആൻ ഇമ്പൾസ് ഈസ് എ സ്ട്രോങ് ഓർ ഫാസ്റ്റ് ഓർ അഗ്രസീവ് പ്രൈസ് മൂവ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ അതിൽ ബുള്ളിഷും ഇമ്പൾസ് ഉണ്ട്, ബാരിഷ് ഇമ്പൾസീവ് മൂവ് ഉണ്ട്. എ പവർ മൂവ് ദാറ്റ് ഷിഫ്റ്റ് ഓർ കണ്ടിന്യൂസ് ദ ട്രെൻഡ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണ മൂവ് തന്നെയാവണമെന്നില്ല, ഷിഫ്റ്റ് ചെയ്യുന്ന മൂവ് ആവാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ചാർട്ടിൽ പോയിട്ടൊന്ന് ഒരു മോഡൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മെയിൻ ട്രെൻഡിന് അനുകൂലമായിട്ടുള്ള മൂവാണ് ഇമ്പൾസീവ് മൂവ്, അല്ലേ? അതായത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത മൂവ്, അതാണ് ഇമ്പൾസീവ് മൂവ്. ആ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വന്ന ലെഗ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാത്രമല്ല, കണ്ടിന്യൂസ് ഓർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക. അപ്പോൾ ഏതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇമ്പൾസീവ് മൂവ്? ഇതാണ്. താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ആ സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ കണ്ടു. എന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അത് തന്നെയാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ. പര്യായങ്ങളാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MSS എന്ന് മാർക്ക് ചെയ്യും, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചോക്ക് എന്ന് മാർക്ക് ചെയ്യും. ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് ആയത്. അപ്പോൾ ആ ക്യാരക്ടർ ചേഞ്ച് ആക്കാൻ ഇടയായ ആ ലെഗ് അല്ലെങ്കിൽ ആ പവർ മൂവിനെയാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പൾസീവ് ഹാപ്പൻസ് വെൻ സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ പൊസിഷൻസ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവിടുന്ന് വാങ്ങുന്നത് ആരാണ്? വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവർ. അടിത്തട്ടിൽ പോയി ഫ്രഷ് പൊസിഷൻസ് അവർ ഇടുമ്പോഴാണ് ഇത്ര വലിയ മൂവ് ഉണ്ടാകുന്നത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ലുക്ക് ലൈക്സ്. അപ്പോൾ കുറച്ച് ക്ലോസ് നമുക്കിവിടെ കാണാം. സ്ട്രോങ് മൊമെൻറ്റം, നല്ല സ്പീഡിലായിരിക്കും. ബിഗർ ഗ്രീൻ ക്യാൻഡിൽസ്, ബുള്ളിഷിൻ്റെ കേസിലാണെങ്കിൽ ഗ്രീൻ, ബാരിഷിൻ്റെ കേസിലാണെങ്കിൽ റെഡ്. കളർ ബയാസ്. അപ്പോൾ എപ്പോഴും ഗ്രീൻ ക്യാൻഡിൽസ്, കളർ ബയാസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഇമ്പൾസീവ് മൂവ് ആണെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽസ് കൂടുതൽ, അല്ലേ? റെഡ് ക്യാൻഡിൽസ് വളരെ കുറവ്. ഇത് മാത്രം റെഡ്. ഇനി ബ്രേക്സ് പ്രീവിയസ് ഹൈസ് ലോസ്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യുന്നു. ബ്രാക്കറ്റിൽ BOS ആവാം, ചോച്ചാവാം. അപ്പോൾ ഒരു അപ് ട്രെൻഡിൻ്റെ കേസിൽ ഇത്ര എടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നു എന്നാണ് മുമ്പത്തെ സ്ട്രക്ചർ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് BOS. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്, സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നു, അല്ലേ? അപ്പോൾ ആ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈയോ ലോയോനെ ഭേദിച്ചിട്ടുണ്ടായിരിക്കും. MSS. ക്ലിയർ അല്ലേ? BOSും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതുപോലെ ക്യാരക്ടർ ചേഞ്ചും. അപ്പോൾ ഇതാണ് ക്യാരക്ടർ ചേഞ്ച്. അപ്പോൾ ക്യാരക്ടർ ചേഞ്ചിൻ്റെ പര്യായമാണ് MSS. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചോക്കൊന്നും മാർക്ക് ചെയ്യാം, CHOCH. തെറ്റണ്ട. BOSും ചോക്കും. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്, അല്ലേ? അപ്പോൾ ഇത് ബുള്ളിഷ് BOS, ഇത് ബുള്ളിഷ് ചോക്ക്. ബുള്ളിഷ് ചോക്ക് ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡിൻ്റെ അവസാനമാണ് ഉണ്ടാവുന്നത്. ക്രിയേറ്റ് FVGs. ഇപ്പോൾ നമ്മൾ പഠിച്ച FVG കൂടി ഇനി കണക്ട് ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഇമ്പൾസീവ് മൂവിൽ ഇതുപോലെ പലയിടത്തുമായിട്ട് ഇംബാലൻസ് ഉണ്ടാവും. അത് 1, 2, 3 ഉണ്ടാവാം. മുകളിലുള്ള ചിലപ്പോൾ ചെറുതാവാം, താഴെ നിന്നാണ് വിരിയമിട്ട് പൊട്ടിയത്. അപ്പോൾ അത് പലപ്പോഴും വലുതാവാറുണ്ട്. അല്ലേ? അപ്പോൾ ഇതുപോലൊരു മാതൃകയിൽ ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 ഉണ്ടാവാം, ചിലപ്പോൾ അടിയിൽ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ മുകളിലായിരിക്കാം. നോർമലി കണ്ടുവരാറ് ഏറ്റവും അടിയിൽ വലിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇമ്പൾസീവ് മൂവിൻ്റെ ലക്ഷണം. ഹാപ്പൻസ് ആഫ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ പൊസിഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇംബാലൻസുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്നത്, അതായത് ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്, അല്ലേ? ഇപ്പോൾ ഇമ്പൾസിനെ കുറിച്ച് കുറച്ചും കൂടി നല്ലൊരു ധാരണയായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഇമ്പൾസിൻ്റെ ലക്ഷണങ്ങൾ? അതായത് കുറച്ച് മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഒരു ഇമ്പൾസീവ് മൂവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം?
സഡൻ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ട് ആ സഡൻ നല്ല മൊമെൻറ്റം ഉണ്ടായിരിക്കും. മൊമെന്റ്, പിന്നെന്തൊക്കെയാണ് ക്ലൂസ്? ബ്രേക്ക് ഓഫ് സബ് സ്ട്രക്ചർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാക്കിയ മൂവ്. ഫെയർ പിന്നെന്തൊക്കെയാണ്? വാല്യൂ ഗ്യാപ്പ്. Fair value gap. മിക്കപ്പോഴും നല്ല ഇംബാലൻസുകൾ ഉണ്ടാവും. ഇംബാലൻസ് തന്നെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. 3 തരത്തിലുള്ള ഇംബാലൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെന്തൊക്കെയാണ്? ബിഗ് കാൻഡിൽ സൈസ്. ബിഗ് കാൻഡിൽ സൈസ്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പും അതും സിമിലർ ആയിട്ടുള്ള അർത്ഥമാണെന്ന് പറയാം. പക്ഷെ രണ്ട് പോയിന്റ് ആയിട്ട് തന്നെ കണ്ടുപോകണം. ചിലപ്പോൾ വലിയ കാൻഡിലായിരിക്കും, വിക്സുകൾ തമ്മിൽ അങ്ങോട്ടും ഓവർലാപ്പ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, അതും ബുള്ളിഷ് ഇംബാലൻസിൻ്റെ ഒരു ലക്ഷണമാണ്. ദെൻ കളർ ബയാസ്, റെഡ് കാൻഡിൽ കുറവും ഗ്രീൻ കാൻഡിൽ കൂടുതലുമായിട്ടുള്ള പ്രപ്പോർഷൻ. പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ നമുക്കൊരു നല്ല എക്സാമ്പിൾ കാണാം. നമ്മൾ മുന്നേ കണ്ട അതേ ചിത്രം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലോവർ ലോ ലോവർ ഹൈ ആയിട്ട് വന്നിട്ട് ഇവിടെ വരെ ലോവർ ലോ ലോവർ ഹൈ ആയിരുന്നു, പക്ഷേ ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് ഉണ്ടായത് അല്ലേ? അപ്പോൾ ഇതിനെയാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കണം മൂവ്. കളറിൻ്റെ പക്ഷാഭേദമില്ലേ? ഗ്രീൻ കാൻഡിൽസ് 15 എണ്ണവും 20 എണ്ണവും, റെഡ് കാൻഡിൽസ് 5 എണ്ണമല്ലുള്ളൂ. പിന്നെന്താണ്? ഇവിടെയാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയത്. ഇത്ര നേരം ലോവർ ഹൈ ആയിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് ഹയർ ഹൈ ആയി അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന OTE എന്ന് പറഞ്ഞാൽ ഈ ഇമ്പൾസിൻ്റെ OTE ആണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാറ്. അപ്പോൾ ഇത് ക്യാരക്ടർ ചേഞ്ച് തന്നെ വേണമെന്നില്ല, BOS ആയാലും മതി. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നാൽ അതിൻ്റെ പേരാണ് BOS അല്ലേ? ഇതെല്ലാം കൂടി ഒന്ന് ഇൻ്റർകണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ചിത്രമല്ലേ ഇത്? ചാർട്ട്, റിയൽ ചാർട്ട് എക്സാമ്പിൾ, CHF JPY, സ്വിസ് ഫ്രാങ്ക്, ജപ്പാനീസ് yen, 4 hour ചാർട്ട്. അപ്പോൾ അത് പലപ്പോഴും മാർക്കറ്റ് എടുത്ത് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ എടുത്താൽ, പെയർസുകൾ എടുത്താൽ നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. നോക്കാം. നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ, ചാർട്ട് പാറ്റേൺ ഒക്കെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഇത് ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ? ലോവർ ഹൈസ്, ലോവർ ലോസ്. വീണ്ടും ഇവിടെ ആദ്യമായിട്ട് എവിടെയാണ് ഹൈ ഉണ്ടായത്? ഇതാണ് ആദ്യമായിട്ട് ഹയർ ഹൈ ആയത്. അപ്പോൾ എവിടെയാണ് ക്യാരക്ടർ ചേഞ്ച്? ഇത് തമ്മിലുള്ള ബന്ധമാണ് ക്യാരക്ടർ ചേഞ്ച് അല്ലേ? ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത്. ഓക്കെ, ക്യാരക്ടർ ചേഞ്ച്, ബുള്ളിഷ് ക്യാരക്ടർ ചേഞ്ച്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയൊക്കെയാണ്? അപ്പോൾ ഇത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ BOS. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരച്ചു എന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യാറ്? ഇങ്ങനൊരു ഡാഷ് ഇട്ടിട്ട് ട്രെൻഡ് ലൈനാണത്. ചോക്കിൽ ബുള്ളിഷ് കട്ടി കൂട്ടിയിടാം അല്ലേ? ഇതാണ് ചോക്ക്. അപ്പോൾ പലപ്പോഴും ആ ചോക്ക് ഉണ്ടാക്കിയ മൂവ് ഏതാണ്? ഇതാണ് ആ ലെഗ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഡിസ്കൗണ്ട് സോണിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള എൻ്റെ OTയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ എടുക്കുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പ് 1, 2. ദെൻ ഇതൊരു ഇമ്പൾസീവ് മൂവാണ്. ഇത് നമുക്ക് അടുത്ത ഇമ്പൾസീവ് മൂവായിട്ട് കാണാം. അപ്പോൾ ഇമ്പൾസീവ് മൂവ് ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ? ഇംബാലൻസ് ഇല്ല അല്ലേ? ഡിസ്കൗണ്ടിൽ ഇംബാലൻസ് ഇല്ല. 1, 2, 3 പാറ്റേൺ. ഇത് 1, 2, 3 ആണത്. അപ്പോൾ ഫില്ലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു 1, 2, 3 പാറ്റേൺ ഇല്ല. 1, 2, 3 അതിനിടയ്ക്ക് ഗ്യാപ്പില്ല. 1, 2, 3 അതിനിടയ്ക്ക് ഗ്യാപ്പില്ല. 1, 2, 3 ഇതിനിടയ്ക്ക് പോലും ഗ്യാപ്പില്ല, കാരണം ഇവിടെ ഒരു വിക്ക് ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെയാണ് ആദ്യമായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതൊട്ട് ഡിസ്കൗണ്ട് സോണിലോ അല്ല, ഓപ്റ്റിമൽ ട്രേഡിംഗ് സോണിലോ അല്ല. അപ്പോൾ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കാം. ഓർഡർ ബ്ലോക്ക് ഏതാണ്?
ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, റെഡ് ക്യാൻഡിൽ. ഇതും ഒരു ഓർഡർ ബ്ലോക്കാണ്, ഈ റെഡ് ക്യാൻഡിൽ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 4 hour-ആണ്. 1 hour നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് പിൻ പോയിൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓർഡർ ബ്ലോക്ക് ഇത്, അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ എത്രയായി, ഇത് ലാസ്റ്റ് ഡൗൺ ക്ലോസ് കാൻഡിൽ, ലാസ്റ്റ് ബെയറിഷ് കാൻഡിൽ. ഇതൊക്കെയാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിവിടെ ട്രേഡ് എടുക്കുക. അപ്പോൾ നമ്മൾ കണ്ട് ഫ്രാക്ചറൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് ഫോർവേഡ് ചാർട്ടിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഇനി 15 minute പോയി കഴിഞ്ഞാലോ ഇതിൻ്റെ ഉള്ളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ. താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് എവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത്, ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് മാർക്ക് ചെയ്യാം, ക്യാരക്ടർ ചേഞ്ച്. ഇത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത്. ചോക്ക്. സാർ ഒരു ഡൗട്ട്, നമുക്ക് വിക്കും കൂടെ പരിഗണിക്കുക നമുക്ക്, അതോ ക്യാൻഡിൽ ക്ലോസ്? വിക്കിൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ആവണം, അപ്പോൾ തന്നെ ആവുള്ളൂ. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ തന്നെ ആവുള്ളൂ, ഇവിടെ ആയിട്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടോ, ഇല്ല. ഓർഡർ ബ്ലോക്ക് ഉണ്ടോ, ഇതാണ് ഓർഡർ ബ്ലോക്ക്. ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ റെഡ് ക്യാൻഡിൽ നമ്മൾ തിയററ്റിക്കലി ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, കാരണം കളറ് ട്രേഡിംഗ് വേണ്ടി അല്ലേ, എല്ലാത്തിനും ഇത് കളർ ആവണമെന്നില്ല. അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ നമ്മളൊരു ബുള്ളിഷ് മർബസു, ഇപ്പോൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിനൊരു പ്രസക്തിയില്ല. ഓർഡർ ബ്ലോക്കിൽ വിക്ക് റിജക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ എൻട്രി. സ്റ്റോപ്പ് ലോസ് അതിന് താഴെ, ചിലർ ഇതിന് താഴെ വയ്ക്കുന്നു. ടാർജറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ, നമ്മൾ 4 hour ഇത് പ്ലാൻ ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇതാണ് ടാർജറ്റ്. ലിക്വിഡിറ്റി തുറയ്ക്കാറില്ല, വിക്സ് കൂട്ടാതെയുള്ള സ്ഥലം. അപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിന് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു ചെറിയ സ്ട്രക്ചറിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ഒരു ട്രിഗർ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് റിവാർഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് 1:9. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾക്ക് മിനിമം ഒരു 1:4 ഒക്കെ കിട്ടുന്ന ട്രേഡുകൾ ചെയ്യണതാണ് ബെറ്റർ എന്ന് പറയും. 1:2 കിട്ടിയാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇനി നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണിത് അല്ലേ. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി സ്വീപ്പ് ഹാപ്പൻസ് വെൻ പ്രൈസ് മൂവ്സ് ബിയോണ്ട് എ കീ ഹൈ ഓർ ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈയുടെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോയുടെ താഴെയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് തൊട്ടില്ല എന്നുള്ള തരത്തിൽ സ്വീപ്പ് ചെയ്ത് തിരിക്കുമ്പോഴാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഹണ്ട്, ഫേക്ക് ബ്രേക്ക്ഔട്ട്, ഇതെല്ലാം വളരെ സിമിലറാണ് അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി ഗ്രാബ്, മാനിപ്പുലേഷൻ, ട്രാപ്പ്, കുറേ പേരുകളുണ്ട് ഇനി. സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, ട്രാപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ്. പലരും ഇത് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ഒരു സ്വീപ്പ് കിട്ടി തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ സെല് ചെയ്യുന്നു, അടുത്ത ലിക്വിഡിറ്റി ടാർജറ്റ്. ഇവിടെ നിന്ന് ഒരു സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ബൈ ചെയ്യുന്നു, ഈ ക്യാൻഡലിൻ്റെ മേലെ ബൈ ചെയ്യുന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ്, വീണ്ടും ഇവിടെ ടാർജറ്റ്. പിന്നെ കുറച്ച് പ്രോബബിലിസ്റ്റിക് ട്രേഡാണത്, കിട്ടി പോയി. അപ്പോൾ ഇത് മാത്രം വെച്ച് ട്രേഡ് ചെയ്യരുത്. എന്നാലും പലപ്പോഴും ഇതിൽ പ്രൈസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യണത്. മനഃപൂർവ്വം നമ്മുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി വരും, ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അതാണ് IPD അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഗ്രാബ് സ്റ്റോപ്പ് ലോസസ് ഓർഡേഴ്സ് ആൻഡ് ട്രസ്റ്റിംഗ് ദർ ആൻഡ് ദെൻ ക്വിക്കലി റിവേഴ്സസ്. നമ്മൾ പഠിച്ച കാര്യമാണത്. വേർ ലിക്വിഡിറ്റി ലൈസ്, എവിടെയാണ് ലിക്വിഡിറ്റി സ്ഥിതി ചെയ്യുന്നത്? കൃത്യമായിട്ട് നമുക്ക് എടുത്ത് കാണാവുന്ന മേജർ സ്വിംഗ് ആൻഡ് ലോസിന് താഴെ, അതുപോലെ പ്രീവിയസ് ഹൈസ് ലോസിന് താഴെ. ഡൗൺ ട്രെൻഡിലാണെങ്കിൽ പ്രീവിയസ് ഹൈസിന് മുകളിൽ, അപ്പ് ട്രെൻഡിലാണെങ്കിൽ പ്രീവിയസ് ലോസിന് താഴെ. ഈക്വൽ ഹൈസ് ഓർ ലോസ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈക്വൽ ഹൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെ ലിക്വിഡിറ്റി ലൈ ചെയ്യുന്നത് അല്ലേ. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അടുത്തൊരു കാര്യം കണ്ടാലോ? അപ്പോൾ ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യാനിരിക്കുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ എല്ലാവരും നോക്കുന്ന ട്രേഡ് ചെയ്യാനിരിക്കുന്ന സമയം, നല്ല മൂവ്മെൻ്റുള്ള സമയം എന്ന് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് കിൽ സോൺസ്. ഇറ്റ്സ് എ ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് ടൈം, നോട്ട് ഏരിയ ബട്ട് ടൈം, വെൻ ലിക്വിഡിറ്റി ഈസ് ടേക്കൺ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്സ് ഫോം.
പലപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏറ്റവും തിരക്കുള്ള സമയമാണ്. അവിടെ തന്നെയാണ് തിരക്കുള്ള ബസ്സിലല്ലേ മോഷ്ടാക്കൾ കക്കാൻ കയറാം എന്നതാണ് ഇതിൻ്റെ അനോളജി. അപ്പോൾ അവിടെ തന്നെയാണ് റിറ്റേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും ഇൻട്രസ്റ്റും. 2 മെയിൻ കിൽ സോൺസ് ആർ ദെയർ കോൾഡ് ലണ്ടൻ കിൽ സോൺ ആൻഡ് ന്യൂയോർക്ക് കിൽ സോൺ. അപ്പോൾ നമ്മൾ സെക്ഷൻ ടൈമിങ്സ് ആദ്യം ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏഷ്യൻ സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ, ന്യൂയോർക്ക് സെക്ഷൻ. ഏഷ്യൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സിഡ്നി, ടോക്കിയോ രാവിലെ ആണത്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി പുലർച്ചെ 2:30 തുടങ്ങി ഒരു 6:30 തുടങ്ങി ഒക്കെ കാണാം, ഏകദേശം ഒരു ഉച്ച 12:30 വരെ. അത് കഴിഞ്ഞ് 12:30 തുടങ്ങി പിന്നെ അവിടെ നിന്ന് ലണ്ടൻ സെക്ഷനായി. വൈകിട്ട് 5:30-6:30 തുടങ്ങി ന്യൂയോർക്ക് സെക്ഷനായി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലണ്ടൻ ആൻഡ് ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പന്ന രാഷ്ട്രങ്ങളുള്ളത്, കറൻസി പേയേഴ്സുകളുള്ളത്. പ്രത്യേകിച്ച് അമേരിക്ക, ഡോളറുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേയേഴ്സ്, യൂറോവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേയേഴ്സ്, യൂറോ, ഡോളർ തന്നെയാണ് രാജാക്കന്മാർ അല്ലേ? അപ്പോൾ ഈ ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ സെക്ഷൻ്റെ ആദ്യ പകുതിയെ അല്ലെങ്കിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ടൈമിനെ 3 മണിക്കൂറിനെയാണ് നമ്മൾ കിൽ സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ലണ്ടൻ കിൽ സോൺസ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയും 3 മണി വരെ 2:30-3 മണിക്കൂറൊക്കെ. വൈകിട്ട് ന്യൂയോർക്ക് കിൽ സോൺ തുടങ്ങുന്നത് 6:30 ആണെങ്കിൽ 9 മണി വരെയും. ഇപ്പോൾ നമ്മൾ പഠിച്ചു വേനൽക്കാലത്ത് ചെറിയ വ്യത്യാസമുണ്ട്, മഞ്ഞുകാലത്ത് 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് കണ്ടിരുന്നില്ലേ ആദ്യം? സെക്ഷൻ ടൈമിങ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ വെച്ച് തന്നെ നോക്കാം. വാട്ട് ഹാപ്പൻസ് ലണ്ടൻ കിൽ സോൺസ്? ലിക്വിഡിറ്റി ഗെറ്റ് സ്വെപ്റ്റ്. സാധാരണ നിലയ്ക്ക് ലണ്ടൻ കിൽ സോണിൽ ടൈമിൽ എപ്പോഴും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ട്രെൻഡ് ഫോർ ദ ഡേ ഓഫൺ ബിഗിൻസ്. ഇന്ത്യൻ മാർക്കറ്റിൽ 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് കാണുന്നത്, ഒരു ഡേയുടെ ഓപ്പണിംഗ് ആയിട്ട് കാണുന്നത് ആക്ച്വലി നല്ല തിരക്കുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 12:30 അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 12:30 നമ്മുടെ നിഫ്റ്റിയിലും അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും പല സ്റ്റോക്കുകളിലും മൂവ്മെൻറ്റ്സ് കണ്ടുവരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട്, ഡോളറുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട്. ദെൻ സ്ട്രോങ് ഡയറക്ഷണൽ മൂവ് കോൾഡ് ലണ്ടൻ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുത്ത് കാണാം. പലപ്പോഴും ലണ്ടൻ്റെ എക്സ്പാൻഷൻ ടൈം പലപ്പോഴും നമുക്കത് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒരു സെക്ഷൻ ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. സ്ട്രോങ് ഡയറക്ഷണൽ മൂവ് കോൾഡ് ലണ്ടൻ എക്സ്പാൻഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ സാധാരണ നിലയ്ക്ക് കണ്ടുവരാറുള്ളത് രാവിലെ ഏഷ്യൻ സെക്ഷൻ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ ലണ്ടൻ സെക്ഷനിൽ ഒരു എക്സ്പാൻഷൻ ആയിരിക്കും. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് പോവുക. അപ്പോൾ അതിന് മുമ്പ് ഒരു ലിക്വിഡിറ്റി കണ്ട് സാധാരണ കണ്ടുവരാറുണ്ട്. താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ലിക്വിഡിറ്റി കണ്ട് ഈക്വൽ ലോസിൻ്റെ മേലെയല്ലേ, ഈക്വൽ ഹൈസിൻ്റെ മേലെയല്ലേ നമ്മുടെ ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. 1. അപ്പോൾ ഇത് ഏറ്റവും പ്രസക്തമാവുന്നത് ഏഷ്യൻ സെക്ഷൻ കഴിഞ്ഞ് ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ചെയ്യണ 12:30 അപ്പോൾ ഇവിടുന്ന് ഈക്വൽ ഹൈസിൻ്റെ മേലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് തിരിച്ച് താഴത്തേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഈ ഈക്വൽ ലോസിൻ്റെ താഴെയുള്ള ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഇത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ നടക്കുന്നത് കിൽ സോണുകളിലാണ്, ലണ്ടൻ കിൽ സോൺ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് നോക്കേണ്ടത്? ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ചേഞ്ച് ഇൻ ക്യാരക്ടർ. അപ്പോൾ ഏഷ്യൻ സെക്ഷൻ ഇങ്ങനെ വന്ന് ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഡിങ് ഡിങ് പിന്നെ ഇങ്ങനെ കയറിപ്പോവും അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ചോക്ക്. ചോക്ക് അല്ലേ? ഓക്കെ, ഇതിൽ ചോക്ക് എന്താണ് വരാത്തത്? ചോക്ക് അല്ലേ? ദെൻ ആ ചോക്ക് കഴിഞ്ഞാലാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എൻട്രീസ് നമ്മൾ നോക്കേണ്ടത്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക് എൻട്രീസ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിലെപ്പോഴും വലുത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. പക്ഷേ ഏറ്റവും ഡിസ്കൗണ്ട് ലെവലിൽ നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിവാർഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ വയ്ക്കണം, കാരണം ഒരു ലിക്വിഡിറ്റി കണ്ട് ഉണ്ടായിരിക്കും. ഇനി ന്യൂയോർക്ക് കിൽ സോൺ. എന്താണ് ന്യൂയോർക്ക് കിൽ സോണിൽ സംഭവിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, ഓൾമോസ്റ്റ് സിമിലർ ടു ലണ്ടൻ മാർക്കറ്റ് പോലെ തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ.
ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആവുന്ന സമയം. അതാണ് ന്യൂയോർക്ക് കിൽ സോൺ. മേജർ US എക്കണോമീസ് ന്യൂസ് റിലീസാവുന്ന ടൈം. അതാണ് ന്യൂയോർക്ക് കിൽ സോണിൻ്റെ മറ്റൊരു പ്രത്യേകത, ലണ്ടൻ കിൽ സോൺ ഇല്ലാത്ത മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതറിയണമെങ്കിൽ നമുക്ക് ഒരു എക്കണോമിക് കലണ്ടർ കാണാം. ഇപ്പോൾ എക്കണോമിക് കലണ്ടർ പോകണമെങ്കിൽ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫോറക്സ് എന്നടിക്കുമ്പോൾ തന്നെ ഫാക്ടറി വരുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങളുടെ ഗൂഗിളിൽ അത് വരുമോ എന്നുള്ളത്, ചിലപ്പോൾ ഞാൻ അടിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതാണ് സൈറ്റ്. അപ്പോൾ ഈ ഐക്കൺ, ഈ ലോഗോ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫോറക്സ് ഫാക്ടറിയുടെ ലോഗോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് ലോഗോ. അപ്പോൾ ആ ഒരു പേജിലേക്ക് പോയാൽ ഇങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ കാലണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ മേജർ പ്ലെയേഴ്സിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും അമേരിക്കയുടെ ന്യൂസുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവാറ്. അപ്പോൾ ഇപ്പോൾ USD JPY ചെയ്യുകയാണെങ്കിൽ JPY കൂട്ടാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് കാണാം. ഈ കറൻസികൾ ആദ്യം എണ്ണാക്കുക. അപ്പോൾ മറക്കരുത്, ഫിൽറ്റേഴ്സിലാണ് ഇത് കിട്ടിയത്. ഇതിവിടെ നിങ്ങൾ വന്നിട്ട് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ചെറിയൊരു ബട്ടനാണ് ഫിൽറ്റർ. ആമസോണിലെ ഫിൽറ്റർ കണ്ടിട്ടില്ലേ, 500 രൂപയിലും 700 രൂപയിലും ഉള്ളിലുള്ള ബാഗ് വേണം അല്ലെങ്കിൽ കുട വേണം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണിത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കറൻസി മാത്രം തിരഞ്ഞ് കണ്ടുപിടിക്കാം. അപ്പം എണ്ണടിച്ച് കഴിഞ്ഞാൽ എല്ലാം പോയി. അതിനുശേഷം USD വേണം, യൂറോ വേണം, ഉദാഹരണം. ഇനി ഇമ്പാക്റ്റിൻ്റെ ബേസിൽ ഫിൽറ്റർ ചെയ്യാം. ഹൈ ഇമ്പാക്റ്റ് ന്യൂസുകൾ മാത്രം മതി. ലോ ഇമ്പാക്റ്റ്, മീഡിയം ഇമ്പാക്റ്റ് ഒന്നും വേണ്ട. അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഫിൽറ്റർ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് റിലീസാവുന്ന ടൈം എന്നുള്ളതൊക്കെ കാണാം. അപ്പം അതിൽ ഇതിപ്പോൾ ദിസ് വീക്കാണ്, June 14th to June 20 കടന്നുപോയി അല്ലേ. ഇനി നെക്സ്റ്റ് വീക്ക് ഡോളറിൽ അമേരിക്കൻ കോർ PCI ഇൻഡെക്സ് ഫൈനൽ GDP റിസൾട്ടുകൾ പുറത്തു വരാനിരിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ ഇത് ഏതായിരിക്കും ടൈം? 6 മണി. ഏത് സെക്ഷനാണ്? ന്യൂയോർക്ക് സെക്ഷൻ അല്ലേ. അപ്പോൾ ന്യൂയോർക്ക് സെക്ഷൻ എന്ന് പറയുന്നത് 5:30 മുതൽ 2:30-3 മണിക്കൂർ. നെക്സ്റ്റ് മന്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു ടോട്ടൽ മന്ത് അങ്ങനെ തന്നെ കാണിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം എവിടെയാണ് നോക്കിയേ, എത്രയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം? 6 മണി. ഇത് ഉച്ചയ്ക്ക് പുലർച്ചെയാണ് പ്രസ് കോൺഫറൻസ്, FOMC. അപ്പോൾ അത് റയറായിട്ടുള്ള ഇവൻ്റാണ്. 11:30 ഉണ്ട് ഫെഡറൽ ഫണ്ട് റേറ്റ്. അത് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ടൈമിലാണ്. 6:15 ന്യൂയോർക്ക് സെക്ഷൻ. അപ്പോൾ ലണ്ടൻ സെക്ഷൻ്റെ ടൈമിലാണിത് അല്ലേ, 11:30. ലണ്ടൻ സെക്ഷന് തൊട്ട് മുമ്പ് ഇത് ന്യൂയോർക്ക് സെക്ഷൻ, ഇത് ന്യൂയോർക്ക് സെക്ഷൻ, ഇത് ന്യൂയോർക്ക് സെക്ഷൻ, ഇത് ന്യൂയോർക്ക് സെക്ഷൻ അല്ലേ. ഇതൊക്കെ ന്യൂയോർക്ക് സെക്ഷനാണ്. ഇത് ലണ്ടൻ സെക്ഷനാണ്. ലണ്ടൻ സെക്ഷൻ തൊട്ട് മുന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട FOMCയുടെ മീറ്റിംഗ് തന്നെയാണത്. ഇത് നമ്മുടെ ന്യൂയോർക്ക് കിൽ സോൺ അല്ലേ. കിൽ സോൺ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സെക്ഷനായിട്ട് എന്താണ് വ്യത്യാസം? ആദ്യത്തെ 2.5-3 മണിക്കൂർ ഇതും കിൽ സോൺ, ഇതും കിൽ സോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുള്ള ന്യൂസുകൾ ബേസിക്കലി എക്കണോമിക് ഇവൻറ്റ്സ് ഡാറ്റ പുറത്ത് വരുന്ന സമയമാണ് കിൽ സോൺ. അങ്ങനെയും കാണാം. US മേജർ എക്കണോമിക് ന്യൂസ് ടൈം. NY ക്രിയേറ്റ്സ് ഡേയ്സ് സ്ട്രോങ് മൂവ്. പലപ്പോഴും ട്രേഡ് ചെയ്യാൻ ഒരേ ഒരു സെഗ്മെൻ്റാണ് നിങ്ങൾക്ക് ഇരിക്കാൻ സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇരിക്കേണ്ടത് ന്യൂയോർക്ക് സെക്ഷനിലാണ്. ലണ്ടൻ സെക്ഷൻ മോശമൊന്നുമല്ല, തിരുവമ്പാടിയും പറമക്കാവും പോലെ. വിത്ത് ഹയസ്റ്റ് വോളിയം ലെസ് സ്പ്രെഡ്. അപ്പോൾ നമ്മൾ നല്ല വോളിയമുള്ള ടൈമിൽ ട്രേഡ് ചെയ്താൽ കുറവ് സ്പ്രെഡാണ്. പുലർച്ചെ 2 മണിക്കും 2:30 പോയി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്പ്രെഡായിരിക്കും. അപ്പോൾ പലപ്പോഴും ആ ടൈമിൽ ട്രേഡിങ് നല്ലതല്ല. ഒട്ടും ലിക്വിഡിറ്റി ഇല്ലാത്ത ടൈമായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന സമയത്താണ് സ്പ്രെഡ് കുറയുക. അത് നല്ലതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ കിൽ സോണിൽ മാത്രം ട്രേഡ് ചെയ്യാനിരിക്കുന്നത്. ഫസ്റ്റ് 2 or 3 hours, 2.5 hours. ഇപ്പോൾ പലപ്പോഴും ഇതിൽ കണ്ടുവരാറുള്ളത് ന്യൂയോർക്കിൽ ഓപ്പണിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവാറുണ്ട് ലണ്ടൻ സെക്ഷൻ പോലെ തന്നെ. അതായത് 2 നിലയ്ക്കും കണ്ടുവരാറുണ്ട്. പലപ്പോഴും ഏഷ്യൻ സെക്ഷൻ സൈഡ് വേസ്,
ലണ്ടൻ സെക്ഷൻ താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, എപ്പോഴും അല്ല, ചിലപ്പോൾ നേരെ മുകളിലേക്ക് പോയേക്കാം. ന്യൂയോർക്ക് സെക്ഷൻ അതിൻ്റെ റിവേഴ്സിലും ആവാറുണ്ട്, ചിലപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആവാറുണ്ട്. അപ്പോൾ റിവേഴ്സിലാണെങ്കിൽ നമുക്കിവിടെ ക്യാരക്ടർ ചേഞ്ച് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല്ല് ചെയ്യാം. ഇനി കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും, വീണ്ടും അതിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഓർഡർ ബ്ലോക്കിൽ ബൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ട്രേഡ് ചെയ്യുക. ഈ സെക്ഷൻ ടൈമിങ്സുകൾ എപ്പോഴും സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് ട്രേഡ് ചെയ്താൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് അടിക്കാനും നല്ല സ്പ്രെഡ് കുറയാനും മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടാനും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് ആക്ച്വലി ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമുക്കിതൊക്കെ അറിയാൻ ഈ ടൈം വേണമെങ്കിൽ നമുക്ക് ഓർത്ത് കാണാപ്പാടം പഠിച്ചിട്ട് നമുക്കിതൊക്കെ കറക്റ്റ് ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം അല്ലേ, ഏത് സമയമാണ്, 9 മണി 10 മണി ഇതൊക്കെ അടിയിലുണ്ട്. പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവാം, നമുക്ക് സെക്ഷൻ ഇൻഡിക്കേറ്ററിന് അടിച്ചു കൊടുക്കാം. ട്രേഡിംഗ് സെക്ഷൻ സോണാർ ലാബ്. അപ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് സോണാർ ലാബ്. ആർക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കിയിടാം. ലെക്സാൽഗോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇൻഡിക്കേറ്റർ മെഷീൻ. അപ്പോൾ നമ്മൾ സോണാർ ലാബ് വളരെ ഈസിയാണ് കാണാൻ. ഇതാണ് സോണാർ ലാബ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതെടുക്കുമ്പോൾ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്യേണ്ട വന്നേക്കാം നമ്മുടെ ഫിബൊനാച്ചി ടൂൾ പോലെ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കുക നമ്മൾ ടൈം സോൺ കറക്റ്റ് അല്ലേ. നമ്മുടെ GMT ഗ്രീൻവിച്ച് മീൻ ടൈം 5:30 + 5:30, അതായത് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ കൂടെ 5.5 മണിക്കൂറിന് കൂട്ടുമ്പോഴാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്. യൂണിവേഴ്സൽ ടൈമിൻ്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടിയാലാണ് IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഇത് ഉറപ്പ് വരുത്താം. പിന്നെന്താണ് സെക്ഷൻ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ബാക്കിലേക്ക്. അപ്പോൾ ഇത് 100 അടിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ലോഡ് കൂടും. ഓരോ പ്രാവശ്യം ചാർട്ട് മാറ്റുമ്പോൾ ഇതൊക്കെ ലോഡ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അടിച്ചാൽ മതി. നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യണമെങ്കിൽ 2-3 ദിവസം അടിച്ചാൽ മതി. നമുക്കിത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും 15 ആക്കിയെന്ന് മാത്രം. ഏഷ്യൻ സെക്ഷൻ നമ്മൾ അടിച്ചു കൊടുക്കുക 5:30 മുതൽ 12:30 വരെ. ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ടൈറ്റിൽ കളർ ഏഷ്യൻ എഴുതിയേക്കണതിൻ്റെ ടൈറ്റിൽ കളറാണ് ഉദ്ദേശിക്കുന്നത്. വയലറ്റ് ആക്കിയാൽ ഇതൊക്കെ വയലറ്റ് ആവും അല്ലേ. അപ്പോൾ ടൈറ്റിൽ കളറ്, ടൈറ്റിൽ വേണോ വേണ്ടയോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അത് അതുപോലെ തന്നെ റേഞ്ച് കാണിക്കണമോ വേണ്ടയോ. ഇൻഡിക്കേഷൻസ്, സോണാർ ലാബ്, ഡബിൾ ക്ലിക്ക്, സെറ്റിങ്സ്, ഏഷ്യൻ ഫോണിലല്ലോ. ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക് എന്താണെന്നറിയില്ല. ഇതിപ്പോൾ പോയല്ലോ. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ സ്ലോ എന്താ കണ്ടാണ്. ഏഷ്യൻ സെക്ഷൻ നമുക്ക് വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഏഷ്യൻ സെക്ഷൻ എപ്പോഴും നമ്മൾ ഇടാറുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ലണ്ടൻ സെക്ഷൻ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ആദ്യത്തെ 3 മണിക്കൂർ വേണോ 2 മണിക്കൂർ വേണം നമ്മൾ അടിച്ചു കൊടുക്കണ പോലെയാണ് ഇവിടെ. ഞാൻ അടിച്ചു കൊടുത്തത് 12 തുടങ്ങി 3:30 വരെയാണ്. അപ്പോൾ ബേസിക്കലി 2 മണിക്കൂറായാലും മതി. 12 തുടങ്ങി 2:30 വരെ. ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2:30 കാണാം. 2:30 വരെയാണ് ലണ്ടൻ സെക്ഷൻ. അപ്പോൾ യെല്ലോ സോൺ, ബ്ലൂ സോൺ കുറച്ചുകൂടി ചെറുതായി, 2 മണിക്കൂറുള്ളൂ. ന്യൂയോർക്ക് സെക്ഷൻ ഇപ്പോൾ 3 മണിക്കൂറാണ്. ന്യൂയോർക്ക് സെക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 മണിക്കൂർ ഇരിക്കാൻ ടൈമുള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ന്യൂയോർക്ക് സെക്ഷനിൽ പോയിട്ട് ഇവിടെ 7:30 ആക്കിയാൽ മതി. ഇപ്പം ന്യൂയോർക്ക് സെക്ഷനും സ്ലിം ആവണതായിട്ട് കാണാം അല്ലേ. ഇത് ചെറിയ മാറ്റം വരുത്തിയ കുറച്ച് ടൈം എടുക്കേണ്ടത് എഫക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്താലാണ് ഇങ്ങനെയാവുക. എനിക്ക് തോന്നുന്നു ഞാൻ റീസെറ്റ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം ഉണ്ടാവും. അപ്പോൾ കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ടുണ്ട് ഡിഫോൾട്ട്. അപ്പോൾ കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കിയേക്കണത്, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിന്. ഓക്കെ, അപ്പോൾ പൊതു സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്, എപ്പോഴും ഏഷ്യൻ സെക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും. അതിൻ്റെ ലോയിലേക്ക് ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് EURUSD എന്ന് പറയുന്നത് ഈ OANDയുടെ ചാർട്ടാണ്.
അതുപോലെ ഒരുപാട് ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഏതിലെ മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ വിക്ക് പുറത്തേക്ക് നിൽക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏകദേശം ഈക്വലായിട്ട് വന്നാൽ തന്നെ അത് മാനിപ്പുലേഷനായിട്ട് നമുക്ക് കാണാം. കൃത്യം ഈക്വലായിട്ട് വന്നാൽ മാനിപ്പുലേഷനായിട്ട് കാണാം. നോക്കിയേ, സൂം ചെയ്ത് നോക്കിയേ, പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോറക്സിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ വളരെയധികം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏഷ്യൻ സെക്ഷൻ്റെ ലോ കട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറുകയാണെങ്കിൽ ലണ്ടൻ സെക്ഷൻ മുകളിലേക്ക് ആയിരിക്കും. 12 ട്രേഡ് എടുത്താൽ 1:30 ആകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. അതായത് ഓരോ 15 മിനിറ്റ് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തി. എപ്പോഴും സംഭവിക്കണമെന്നില്ല, ജനറൽ കോമൺ ആയിട്ടുള്ള സ്വഭാവങ്ങളാണ് ഇതെല്ലാം. ഏഷ്യൻ സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ. ഇവിടെ ഉണ്ടായത് ഏഷ്യൻ സെക്ഷൻ്റെ മൊത്തം ലിക്വിഡിറ്റി കണ്ട് ചെയ്തിട്ടില്ല. തൊട്ട് മുമ്പിലുള്ള പ്രീവിയസ് സ്വിംഗ് ഹൈയുടെ ലിക്വിഡിറ്റി മാത്രമാണ് ലണ്ടൻ സെക്ഷനിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചാർട്ടിൽ നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പലപ്പോഴും ഏഷ്യൻ സെക്ഷനിൽ നിന്ന് ലിക്വിഡിറ്റി ഹണ്ട് ഇല്ലാണ്ട് തന്നെ മാനിപ്പുലേഷൻ ഇല്ലാണ്ട് തന്നെ കണ്ടിന്യൂവേഷൻ ആവാം. ലണ്ടൻ സെക്ഷൻ്റെ ഒരു നമ്മളിവിടെ ലാസ്റ്റ് പഠിച്ചതാണ് അല്ലേ? എന്താണ് ന്യൂയോർക്ക് ഹിൽസോൺ എപ്പോഴും ഈ ലണ്ടൻ സെക്ഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആവാറുണ്ട്, റിവേഴ്സലും ആവാറുണ്ട്. ഇപ്പോൾ ഇവിടെ റിവേഴ്സലാണ് അല്ലേ? അപ്പോൾ എപ്പോഴും ഏഷ്യൻ സെക്ഷൻ ചെറുതാവണമെന്നില്ല. ജനറലി ഏഷ്യൻ സെക്ഷൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സെക്ഷൻ ആയിരിക്കും ചെറുത്. ബാക്കി ലണ്ടനോ ന്യൂയോർക്കിലോ ആണ് വലിയ ഫോളുകൾ വരാറ് അല്ലേ? ഏഷ്യൻ സെക്ഷൻ എപ്പോഴും ചെറുത്. കൺസോൾട്ടേഷൻ ഏഷ്യൻ സെക്ഷൻ എപ്പോഴും ചെറുത്. ഇവിടെ നോക്കണമെങ്കിൽ ഏഷ്യൻ സെക്ഷൻ ചെറുതാണ് അല്ലെ, വൈഡാണ്. ഇവിടെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഏഷ്യൻ സെക്ഷൻ വളരെ ചെറുതാണ്. ലണ്ടൻ മുകളിലേക്ക് പോയി, ന്യൂയോർക്ക് താഴത്തേക്ക് ഭയങ്കരമായിട്ട് പോയി. അപ്പോൾ ഇതാണ് ന്യൂസ് ടൈം. ഇവിടെ കാണാം 6 മണി അല്ലേ? അപ്പോൾ 6 മണിക്കാണ് ഈ ഫോൾ ഉണ്ടായിരിക്കണത്. അപ്പോൾ കിൽസോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഉണ്ടാവുന്ന സമയം ഇതേ കിടക്കണു 6 മണി അല്ലേ? അതെ. അപ്പോൾ 15 സെക്ഷൻ നമ്മൾ ഇട്ടേക്കണതുകൊണ്ട് 15 സെക്ഷനെ കാണിക്കുള്ളൂ. ഇതോടെ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് കാണിക്കും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ എടുത്തിട്ടൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം അല്ലേ? അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ക്യാരക്ടർ ചേഞ്ച്, പിന്നെന്താണ് ന്യൂയോർക്ക് സെക്ഷൻ, ലണ്ടൻ സെക്ഷനൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. റിവിഷൻ പ്ലസ് സ്കിൽ സോൺ എന്നുള്ളൊരു പേരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ 2-3 മണിക്കൂർ എങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ എടുക്കണം, അത് സെറ്റ് ചെയ്യണം. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെന്തൊക്കെയാണ് പഠിച്ചത്? ലിക്വിഡിറ്റി സ്വീപ്പ് പഠിച്ചു. ചേഞ്ച് ഓഫ് ക്യാരക്ടറും OTയും ഇമ്പൾസീവ് മൂവ് പഠിച്ചു. അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് പഠിച്ചു. എവിടെയാണ് ഇമ്പൾസീവ് മൂവ് കണ്ടാൽ എവിടെ നിന്നാണ് ട്രേഡ് എടുക്കുക എന്നുള്ളൊരു ധാരണയൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി അല്ലേ? റിയൽ ചാർട്ട് എക്സാമ്പിൾസുകൾ കണ്ടു. അപ്പോൾ ക്യാരക്ടർ ചേഞ്ചിന് ശേഷം പ്രീമിയത്തിൽ നിന്ന് വേണം സെല് ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു ലിക്വിഡിറ്റി ഹണ്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അത് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലാണെങ്കിൽ ബെസ്റ്റ്. പലപ്പോഴും ഇത് തന്നെയാണ് കണ്ട് വരാറ്. ഇതാ ക്യാരക്ടർ ചേഞ്ചിന് ശേഷം വീണ്ടും ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ നിന്നാണ് മാർക്കറ്റ് തെറിച്ച് പോയിക്കണത്. ഇവിടെ വീണ്ടും ഇവിടെ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി ഹണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ക്ലാസ് വളരെ വൈകിട്ടായതുകൊണ്ട് ഒരു ഉറക്കം തൂങ്ങി മൂഡിലാണ് പോണത് അല്ലേ? പക്ഷേ ക്ലാരിറ്റിക്ക് കുറവില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. എങ്ങനെയാണ് കോൺസെപ്റ്റ്സുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഓക്കെ. ഞാനിവിടെ ട്രേഡ് ടോക്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്കമാലി പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ താമസം മാറിയിട്ടില്ല. ഇനി അങ്കമാലിക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പാലാരിവട്ടത്ത് നിന്ന് ഇങ്ങനെ മോർണിംഗിൽ പോയിട്ട് ഈവനിങ്ങിലൂടെ വന്നിട്ടാണ് ക്ലാസ്സാണ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? നല്ല ക്ലാരിറ്റി ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം കുറച്ചുകൂടി കണക്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് പതുക്കെ ട്രേഡ് എടുക്കുന്ന പ്രാക്ടിക്കൽ സ്ട്രാറ്റജി മോഡൽസിലേക്ക് നീങ്ങാം. ഓക്കെ, ശരി. താങ്ക് യു.